അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആകാം അല്ലേ. അപ്പം നമുക്ക് കരിമീൻ മപ്പാസ് വെച്ചാലോ. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതിന് വേണ്ട പൊടികൾ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല അതുമാണ്. നമുക്ക് കുരുമുളക് പൊടി അതൊക്കെ എടുക്കാം. അപ്പം അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയാണേലും എടുക്കാം. പിന്നെ കരിമീൻ നമ്മൾ വെട്ടിയെല്ലാം ഫ്രഷാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം തേങ്ങാപ്പാലാണ്. പിന്നെ ഫ്രഷ് ക്രീമൊക്കെ വേണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ അതും കൂടെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യം വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം ചട്ടി വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടിത്തെറിക്കുന്നതിന് ഞാനൊരു പാത്രം വെച്ചൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കിയാണെങ്കിലും ഇടാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം, അത്ര മതി. ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോകരുത്. മീൻ കറിക്കൊക്കെ ആവശ്യമുള്ള കണക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൊച്ചുള്ളി ഇടാം. അപ്പോൾ ഇതും പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരും കേട്ടോ. ഞാനത് ഉപ്പ് ഒഴിക്കുന്ന കാര്യം വിട്ടുപോയി. ഇനി നമുക്കിതിനകത്ത് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ടൈമിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ മസാലയുടെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ലേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അന്നേരത്തന്നെ അത് തിളയ്ക്കും, ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിമീൻ അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കരിമീൻ ഇട്ടതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇത് 1-ാം പാലാണ് കേട്ടോ. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ പാൽ അതങ്ങനെ ഒഴിച്ചാൽ മതി. അത് ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഇനി നമ്മൾ ഇളക്കരുത്. നമ്മൾ മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചട്ടി ഒന്ന് കറക്കി, നമ്മൾ ഉപ്പൊക്കെ ഒഴിച്ചല്ലേ, അപ്പോൾ അത് എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയിട്ട് ചട്ടി നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കും. അപ്പം നമുക്കിനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. സാധാരണ മീൻ കറിക്കകത്ത് നമ്മൾ കുടംപുളി ഇട്ട് ഒരു പുളി വേണമല്ലോ. സാധാരണ കുടംപുളിയാണ് ഇടുന്നത്. ഇതിപ്പം മപ്പാസൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുളിയല്ല ഇടുന്നത്, അതിന് പകരം തക്കാളി. ഇതിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അത് മീനിൻ്റെ സൈസും അല്ലെങ്കിൽ കറി കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടിക്കോണം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഇടുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഫ്രഷ് ക്രീം ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കറി ഒന്നുകൂടെ ഒന്ന് കുറുകി അതിൻ്റെയും കൂടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇവിടെ ഇരുന്ന് അങ്ങ് തിളയ്ക്കട്ടെ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.